ഹലോ, കടവന്ത്ര പോലീസ് സ്റ്റേഷൻ. സാർ എന്നോട് അമ്മ കാണல സാർ, എങ്ക போனேன்னு தெரியல. മിസ്സിംഗ് കേസാണോ? ஆமா சார், அவங்களை கண்டுபிடிக்கணும் சார். எங்க போனாங்களோ கால் பண்ணா சுவிட்ச் ഓഫ് എന്ന് പറയും സാർ. നിങ്ങൾ രാവിലെ സ്റ്റേഷനിൽ വന്നൊരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യും, നമുക്ക് അന്വേഷിക്കാം. ഊർ തമിഴ്നാട് സാർ, കാലയില കിളമ്പിനാ അങ്ങ് വന്നിരുന്നേ. നിരന്തരം ഫോണിൽ വിളിച്ച് മകനോട് ദിവസമുള്ള വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ഒരമ്മ പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷമാകുന്നു. ഫോൺ കോളുകൾ ഇല്ലാതായി. തിരികെ വിളിച്ചു നോക്കിയപ്പോൾ സ്വിച്ച്ഡ് ഓഫ് എന്ന മറുപടി. 24 മണിക്കൂർ പിന്നിട്ടു. അത് പിന്നെ ദിവസങ്ങളും ആഴ്ചകളുമായി ആ മൊബൈൽ ഫോൺ നിലച്ചു തന്നെ കിടന്നു. പേടിച്ച് ആദ്യ കയറിയ മകൻ സെൽവരാജ് അമ്മ തിരക്കിലായിരിക്കുമെന്ന ചിന്തകൾ മാറ്റിവെച്ച് കേരളത്തിലേക്ക് വണ്ടി കയറുന്നു. അമ്മ താമസിച്ചിരുന്ന കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെത്തി മിസ്സിംഗ് പരാതി രജിസ്റ്റർ ചെയ്യുന്നു. ആ പരാതിയെ പിൻപറ്റി കേരള പോലീസ് നടത്തിയ അന്വേഷണം ചെന്നെത്തിയത് കേരളം ഇന്നേ വരെ കേട്ടിട്ട് പോലുമില്ലാത്ത ഇരട്ട നരബലിയുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളിലേക്കാണ്. ഈ കേസിന്റെ തുടക്കം മനസ്സിലാക്കാൻ ആദ്യം പോകേണ്ടത് പത്തനംതിട്ട ഇലന്തൂരിലെ നിഗൂഢമായ ഒരു വീട്ടിലേക്കാണ്. ആ വീട്ടിൽ താമസിച്ചിരുന്നത് ഭഗവൽ സിംഗ്, ഭാര്യ ലൈല. ഇരുവർക്കും ഒരു മകനുണ്ട്. ജോലി ആവശ്യങ്ങൾക്കായി വിദേശത്താണ്. ഇരുവരുടെയും രണ്ടാം വിവാഹവുമാണ്. ലൈലയ്ക്ക് ആദ്യ വിവാഹത്തിൽ ഒരു മകളുണ്ട്. വിവാഹത്തിന് പിന്നാലെ മകൾ വിദേശത്താണ് താമസിക്കുന്നത്. ലൈലയുടെ ആദ്യ ഭർത്താവ് മുങ്ങിമരിച്ച ശേഷമാണ് അകന്ന ബന്ധുവായ ഭഗവൽ സിംഗിനെ പങ്കാളിയായി സ്വീകരിക്കുന്നത്. ഇലന്തൂരിലെ ആർക്കും ഭഗവൽ സിംഗിനെയോ ലൈലയോ കുറിച്ചോ മോശം അഭിപ്രായമില്ല. വീടിനോടനുബന്ധിച്ച് ഭഗവൽ സിംഗ് നടത്തുന്ന തിരുമൽ കേന്ദ്രം വലിയ സാമ്പത്തിക ലാഭത്തിലായിരുന്നെങ്കിലും ഇരുവർക്കും ജീവിച്ചു പോകാനുള്ളത് അവിടെ നിന്ന് ലഭിച്ചിരുന്നു. നാട്ടുകാർക്കിടയിൽ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന ലേബലും ഭഗവൽ സിംഗിനുണ്ട്. പരമ്പരാഗത ചികിത്സയ്ക്കായി ധാരാളം പേർ ഇലന്തൂരിലെ വീട്ടിലെത്താറുണ്ട്. പുറമേ നിന്ന് നിരീക്ഷിക്കുമ്പോൾ സാധാരണമെന്ന് തോന്നുന്ന, പ്രതിസന്ധികൾ ഒന്നുമില്ലെന്ന് തോന്നുന്ന ജീവിത യാഥാർത്ഥ്യമായിരുന്നില്ല സത്യത്തിൽ ലൈല ഭഗവൽ സിംഗ് ദമ്പതികളുടേത്. സാമ്പത്തികമായി ഇരുവർക്കും നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇരുവരുടെയും ആദ്യ വിവാഹത്തിൽ ആരംഭിച്ച അന്ധവിശ്വാസങ്ങളുടെ ആഴവും ഒരിക്കലും അവസാനിക്കാത്ത കുടുംബ പ്രശ്നങ്ങളും ലൈലയെ മറ്റൊരാളാക്കി മാറ്റിയിരുന്നു. ഈ അന്ധവിശ്വാസങ്ങൾ കാലക്രമേണ ഭഗവൽ സിംഗിലേക്കും കൈമാറപ്പെട്ടു. ഒന്നിലധികം മന്ത്രവാദികളും സിദ്ധന്മാരും ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞ് പല അവസരങ്ങളിലായി പണം തട്ടിയെടുക്കുക സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പ്രശ്നങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുന്നതിനിടെയാണ് ഷാഫി എന്ന് പേരുള്ള ഒരാൾ ഇരുവരുടെയും ജീവിതത്തിന്റെ ഭാഗമാവുന്നത്. നരബലിയുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ വിവരങ്ങൾ ഇരുവർക്കും കൈമാറുന്നത് ഷാഫിയാണ്. അതും ഒരു കൊടും കുറ്റവാളിയുടെ ആസൂത്രണ മികവോടെ. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലാണ് ഷാഫി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന റഷീദിന്റെ സ്വദേശം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി തൊഴിലുകൾ ചെയ്തിട്ടുള്ളയാളാണ് ഷാഫി. പണമുണ്ടാക്കാനായി എന്ത് ചെയ്യാനും അയാൾ തയ്യാറായിരുന്നു. പ്രതിയുടെ സ്വഭാവ സവിശേഷതകളാണ് ഇലന്തൂരിലെ ദമ്പതികളുമായി അടുപ്പം സ്ഥാപിക്കാൻ സഹായിക്കുന്നത്. കഞ്ചാവ് മുതൽ സിന്തറ്റിക് ഡ്രഗുകൾ വരെ സുലഭമായി ഇയാളുടെ പക്കലുണ്ടായിരുന്നു. എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില ലഹരി മാഫിയ സംഘങ്ങളുമായി ഇയാൾ അടുപ്പം സൂക്ഷിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിലുള്ള വിവിധ വ്യാജ അക്കൗണ്ടുകൾ വഴിയാണ് ഷാഫി ആദ്യമായി ഭഗവൽ സിംഗിലേക്ക് എത്തിച്ചേരുന്നത്. സ്ത്രീയുടെ പേരിലായിരുന്നു ഈ അക്കൗണ്ട്. മുൻപ് തിരുമൽ കേന്ദ്രത്തിലെത്തിയ ദിവസം ഭഗവൽ സിംഗിൽ നിന്ന് അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കിയിരുന്ന ഇയാൾക്ക് സ്ത്രീയുടെ പേരിൽ തുടങ്ങിയ അക്കൗണ്ടിലൂടെ നടന്ന സംഭാഷണങ്ങളിൽ ഇരുവരെയും അതിവേഗം പറ്റിക്കാമെന്ന് ബോധ്യപ്പെടുന്നു. 2019 ഈ സൗഹൃദം സ്ഥാപിക്കപ്പെടുന്നതെന്നും പ്രത്യേകം ഓർക്കണം. ദീർഘകാലത്തെ ഓൺലൈൻ ബന്ധത്തിന് ശേഷം വ്യാജ ഐഡിയിൽ നിന്ന് ഒരു സിദ്ധനെ അറിയാമെന്നും അയാൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും ഭഗവൽ സിംഗിനെ ബോധ്യപ്പെടുത്തുന്നു. ശേഷം ഷാഫി സിദ്ധന്റെ വേഷത്തിൽ സ്വയം അവതരിക്കുന്നു. കടക്കെണിയിൽ നിന്ന് രക്ഷിക്കാൻ ദമ്പതികൾക്ക് ഷാഫി ഓതിക്കൊടുക്കുന്നത് അതുവരെ ആരും കേട്ടിട്ടില്ലാത്ത അന്ധവിശ്വാസത്തിൻ്റെയും ദുർമന്ത്രവാദത്തിൻ്റെയും വഴികളാണ്. ആദ്യഘട്ടത്തിൽ ഇരുവരും ഇതിൽ വിശ്വസിച്ചില്ലെങ്കിലും പതിയെ പതിയെ ഷാഫിയുടെ കെണിയിൽ ഇരുവരും വീണു. പിന്നീട് ഇലന്തൂരിൽ സ്ഥിരം സന്ദർശകനായി ഷാഫി മാറി. ഭഗവൽ സിംഗ് അറിയാതെ ഇക്കാലയളവിൽ ലൈലയുമായി അടുപ്പം സ്ഥാപിക്കാനും ഷാഫിക്ക് സാധിച്ചിരുന്നു. മണിക്കൂറുകളോളം ഇരുവരും മൊബൈലിൽ സംസാരിക്കും. പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗമായി നരബലി ഷാഫി മുന്നോട്ട് വയ്ക്കുന്നതും അത്തരത്തിലാണ്. ഹാബിച്വൽ ക്രിമിനലായ ഷാഫിക്ക് 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ ഉപദ്രവിച്ച ശേഷം ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്ന വികൃതമായ രീതിയുണ്ട്.
2020 പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ 74-കാരിയായ വയോധികയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ജയിൽവാസവും ഇയാൾ അനുഭവിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ വിവിധയിടങ്ങളിലായി സെക്സ് വർക്ക് ചെയ്യുന്ന സ്ത്രീകളെ ഇത്തരത്തിൽ ഇയാൾ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു. ലോട്ടറി തൊഴിലാളികളായ ഇരുവരുമായി അടുത്ത ബന്ധമാണ് ഇരകളിലേക്ക് എളുപ്പം എത്താൻ ഷാഫിയെ സഹായിക്കുന്നതും. കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത മിസ്സിംഗ് പരാതിയോടെയാണ് അന്വേഷണത്തിന് തുടക്കമാകുന്നത്. സെൽവരാജ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആദ്യം പരിശോധിച്ചത് അമ്മയുടെ മൊബൈൽ ഫോൺ കോളിൻ്റെ രേഖകളാണ്. അവസാനമായി ബന്ധപ്പെട്ടു നിന്ന നമ്പറുകൾ കണ്ടെത്താനുള്ള ശ്രമം അന്വേഷണ സംഘത്തെ എറണാകുളത്തേക്കും പിന്നീട് പത്തനംതിട്ടയിലേക്കും നയിച്ചു. ഫോൺ ലൊക്കേഷൻ ഡാറ്റയും CCTV ദൃശ്യങ്ങളും ചേർത്ത് നോക്കിയപ്പോൾ കാണാതായ സ്ത്രീ അവസാനമായി യാത്ര ചെയ്ത പാത വ്യക്തമാകാൻ തുടങ്ങി. അന്വേഷണത്തിൽ നിർണായകമായ വഴിത്തിരിവ് സൃഷ്ടിച്ചത് ഒരു ഫോൺ നമ്പർ ആയിരുന്നു. ആ നമ്പർ സ്ഥിരമായി ബന്ധപ്പെട്ടു നിന്നത് ഷാഫിയുമായി. ഷാഫിയുടെ നീക്കങ്ങൾ പിന്തുടർന്ന് പോലീസ് ഇയാളുടെ മുൻ ക്രിമിനൽ പശ്ചാത്തലവും കണ്ടെത്തുന്നു. ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയപ്പോൾ ആദ്യം വഴിതെറ്റിക്കാൻ ശ്രമിച്ചെങ്കിലും തെളിവുകൾ മുന്നിൽ കെട്ടിനിന്നപ്പോൾ ഷാഫിയുടെ മറുപടികൾ വഴിമാറി തുടങ്ങി. പോലീസ് റിപ്പോർട്ട് പ്രകാരം ഇരകളെ കണ്ടെത്താനുള്ള പദ്ധതി ഷാഫി വളരെ കൃത്യമായി തയ്യാറാക്കിയതായിരുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളെയാണ് ഇയാൾ ലക്ഷ്യമിടുന്നത്. ജോലി വാഗ്ദാനം, കൂടുതൽ വരുമാനം, സുരക്ഷിത താമസം തുടങ്ങിയ വാഗ്ദാനങ്ങളിലൂടെ ആദ്യം വിശ്വാസം നേടും. തമിഴ്നാട് സ്വദേശിനിയായ റോസ്ലിൻ പങ്കാളിയായ സജീഷിനൊപ്പം കാലടിയിലായിരുന്നു താമസം. ഏകദേശം 6 വർഷമായി ഇരുവരും ഒരുമിച്ചായിരുന്നു. സാമ്പത്തികമായി വലിയ സ്ഥിരതയില്ലാത്ത സാഹചര്യത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ലോട്ടറി ടിക്കറ്റുകൾ വിൽക്കുന്നതായിരുന്നു പ്രധാന ആശ്രയം. 2022 റോസ്ലിനെ കാണാതാകുന്നത്. ഷാഫി എന്ന വ്യക്തിയാണ് നല്ല ജോലിയും പണവും വാഗ്ദാനം ചെയ്ത് പിന്നാലെ വാഹനത്തിൽ ഇലന്തൂരിലെ ഭഗവത് സിംഗ് ലൈല ദമ്പതികളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇലന്തൂരിലെ ഭഗവത് സിംഗ് ലൈല ദമ്പതികളുടെ വീട്ടിലേക്കാണ് റോസ്ലിൻ എത്തിച്ചേരുന്നത്. അവിടെ വെച്ചാണ് ക്രൂരമായ കൊലപാതകം നടന്നത്. തുടർന്ന് മൃതദേഹം വിഘടിപ്പിച്ച് വീട്ടുവളപ്പിൽ തന്നെ മറവു ചെയ്തതായാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. ഇതോടെ ഒരു സാധാരണ ജീവിതം നയിച്ചിരുന്ന റോസ്ലിൻ്റെ യാത്ര അപ്രതീക്ഷിതമായി കേരളത്തെ ഞെട്ടിച്ച് നരബലി കേസിൻ്റെ ആദ്യ ഇരയായി മാറുകയായിരുന്നു. റോസ്ലിൻ്റെ പിന്നാലെ മറ്റൊരു സ്ത്രീയും ഇതേ കുടുക്കിൽ കുടുങ്ങി. പത്മ. തമിഴ്നാട്ടിലെ ധർമ്മപുരി സ്വദേശിനിയാണ് പത്മ. കുടുംബവുമായി അകന്നു കഴിഞ്ഞിരുന്ന പത്മ കൊച്ചിയിൽ ഒറ്റയ്ക്ക് ലോട്ടറി വിൽപ്പനയിലൂടെയാണ് വരുമാനം കണ്ടെത്തിയിരുന്നത്. ദിവസേന നഗരത്തിന്റെ തിരക്കിനിടയിൽ ആളുകളുമായി ഇടപഴകുന്ന പത്മയുടെ ജീവിതം പുറത്തുനിന്ന് സാധാരണയായി തോന്നിയിരുന്നെങ്കിലും സാമ്പത്തിക പ്രതിസന്ധികൾ അവരെ പിന്തുടർന്നിരുന്നു. അതിനിടെ കൂടുതൽ വരുമാനം ലഭിക്കുന്ന അവസരമെന്ന് വാഗ്ദാനവുമായി സമീപിച്ചത് ഷാഫിയാണ്. പോലീസ് റിപ്പോർട്ട് പ്രകാരം ലോട്ടറി ഏജന്റ് മുഹമ്മദ് ഷാഫി എന്ന മന്ത്രവാദി ലക്ഷപ്രഭുക്കളാക്കാമെന്ന പ്രതീക്ഷ നൽകി പത്മയെ ഇലന്തൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് പത്മയെ ഇലന്തൂരിലെ വീട്ടിലെത്തിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തുകയും മൃതദേഹം കഷ്ണങ്ങളാക്കി കുഴിച്ചിടുകയുമായിരുന്നു. അന്വേഷണം ശക്തമാക്കിയ പോലീസ് ഷാഫിയെയും തുടർന്ന് ഭഗവത് സിംഗിനെയും ലൈലയെയും കസ്റ്റഡിയിലെടുക്കുന്നു. ചോദ്യം ചെയ്യലിനിടെ പുറത്തുവന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തെയും നടുക്കിയവയായിരുന്നു. പ്രതികൾ നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇലന്തൂരിലെ വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ മനുഷ്യാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നു. ഈ കണ്ടെത്തലോടെയാണ് കേസ് സംസ്ഥാനത്തെ മുഴുവൻ ഞെട്ടിച്ച ഇരട്ട നരബലിയായി മാറുന്നത്. അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അന്ധവിശ്വാസവും സാമ്പത്തിക പ്രതിസന്ധിയും ചേർന്നപ്പോൾ എത്രത്തോളം ഭീകരമായ കുറ്റകൃത്യങ്ങൾക്കും ആളുകളെ തള്ളിവിടാമെന്നതാണ്. ഒരു സാധാരണ മിസ്സിംഗ് പരാതിയായി തുടങ്ങിയ അന്വേഷണം കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ക്രൂരതയുടെ മുഖം പുറത്തു കൊണ്ടുവന്നു. നിലവിൽ റോസ്ലിൻ പത്മ മർഡർ കേസിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്.